ഹലോ ഗൈസ്, ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കുത്തരി കേട്ടോ. അത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ, അത് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുതിർത്തിയെടുക്കണം. ഒരു 4-5 മണിക്കൂർ നമ്മൾ കുതിർത്തി കഴിഞ്ഞിട്ട് അത് വെള്ളം ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്ത് ഇങ്ങനെ ഒരു കൊട്ടയിൽ ഇതിലേക്ക് ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നന്നായി വെള്ളം പോയി കഴിയുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. ഇത് കടല ആണ്, കടല വെള്ളത്തിലിട്ട് വെച്ചതാണ്, നാളേക്കാണ്. അപ്പോൾ നാളേക്ക് തന്നെയാണ് ഇത് ഞാൻ പൊടിച്ച് വയ്ക്കുകയാണ്. ഇത് നന്നായിട്ട് അത് കഴിഞ്ഞ് മിക്സിയിലിട്ട് പൊടിച്ച് വയ്ക്കണം. അങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് എനിക്ക് 8ൻ്റെ പണി കിട്ടി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മിക്സിയിലാണെങ്കിലും പൊടിക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ. കാരണം കുത്തരി വാർന്ന് കഴിയുമ്പോൾ കുതിർന്ന് കഴിയുമ്പോൾ അത്ര പ്രയാസമില്ലാന്ന് എഴുതിയിട്ടാണ് പൊടിച്ചത്. പക്ഷേ ഞാൻ പേടിച്ചാണ് ഭയങ്കര ശബ്ദവും മിക്സി കേടുവരുന്ന സത്യം ഞാൻ വിചാരിച്ചേട്ടോ. മിക്സി കേടുവരാതെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് അനുകരിക്കാൻ ഒരിക്കലും പറയില്ല. ഞാനിതൊരു വേറൊരു വ്ളോഗ് ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് കുത്തരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയ വരും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബേബിയെ ഇന്നും കഴിഞ്ഞ ദിവസം വരെ കഞ്ഞിയാണോ ഇന്നും? ഇന്ന് കഞ്ഞിയൊന്നുമില്ല, ഞാൻ വേഗം ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. ഇന്ന് കഞ്ഞിയില്ല, വേറൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. കഞ്ഞിയല്ലാന്ന് മനസ്സിലായി. പ്ലേറ്റ് കണ്ടപ്പോ പ്ലേറ്റ് കണ്ടില്ലേ? പിന്നെ ഇന്ന് ഒരു അമ്മയും കുഞ്ഞും. ഇതാണ് അമ്മയും കുഞ്ഞും കേട്ടോ, അമ്മയും കുഞ്ഞും. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇതെന്താ സംഭവം? അത് പുട്ടാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് മട്ട റൈസ് കൊണ്ടുള്ള പുട്ടാട്ടോ. പച്ചരി ഉണ്ട്, പക്ഷേ ഇത് മട്ട റൈസ് കൊണ്ട് നമ്മൾ ചോറ് വെക്കുന്ന അരി കൊണ്ട് ഞാനിത് ഉണ്ടാക്കിയതാണ് കേട്ടോ. സ്വാദുണ്ടാവോന്ന് കഴിച്ചു നോക്കിട്ട് പറയണോ? സാധാരണ പച്ചരി പുട്ടാണ് കഴിക്കാറുള്ളത്. സ്വാദുണ്ടാവുന്ന ഇപ്പം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്വാദുണ്ടാവും നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം അതിന് കൂട്ടി കഴിക്കാൻ എന്താണ് വേണ്ടത്? പഴമില്ല. കൂട്ടി കഴിക്കാൻ പഴമില്ല. അതിന് പകരം ഞാൻ കടലക്കറി ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം കടലക്കറിയും പുട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ മട്ട റൈസ് കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ. മട്ട റൈസ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.